ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനായിരുന്നു. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ ഡെപ്ത്തൊക്കെ യൂണിഫോമാണ്. അതായത് സിംഗിൾ ഡെപ്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു ഫൂട്ടിങ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ബട്ട് എന്താണ്, നമുക്ക് വേണമെങ്കിൽ സ്ലോപ്ഡ് ആയിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് ഫൂട്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ലോപ്ഡ് ഫൂട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ എന്താണ്, സ്ലോപ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതാണ്. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലത്തിലൂടെ നോക്കാം. ഡിസൈൻ എ സ്ലോപ്ഡ് ഫൂട്ടിങ് ഫോർ എ സ്ക്വയർ കോളം 400 by 400 മീറ്റർ. ഇവിടെ ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത്, സ്ക്വയർ കോളമാണ് എടുത്തിട്ടുള്ളത്. റീൻഫോഴ്സ്ഡ് വിത്ത് 16 ലോങ് ബാർസ് ഓഫ് 16 mm dia carrying service load of 1500 kN. Use M20 concrete and Fe 415 steel. Safe bearing capacity of the soil is 150 kN per meter square. Assume good soil is available at a depth of 1.25 meter. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്. ഫസ്റ്റ് given data A is equal to B is equal to 400. സ്ക്വയർ കോളാണ് 400 mm. പിന്നെ Q0 is equal to 150 kN per meter square. പിന്നെ Fy is equal is equal to 415 Newton per mm square. അതുപോലെ FCK is equal to 20 Newton per mm square. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്, സർവീസ് ലോഡാണ്. WU is equal to 1400 kN. അപ്പോൾ ഇത്രയും വാല്യൂസാണ് തന്നിട്ടുള്ളത്. പിന്നെ ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ, അത് കോളത്തിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ് ഡാറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് സോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് 1.2 മീറ്ററിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഫൂട്ടിങ്, അതായത് ഗ്രൗണ്ട് ടു ദി ബോട്ടം ഓഫ് ദി ഫൂട്ടിങ്, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 മീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്തായിരുന്നു, ഏരിയ ഓഫ് ഫൂട്ടിങ്. ഓക്കെ, ഏരിയ ഓഫ് ദ ഫൂട്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏരിയ ഈസ് ഈക്വൽ ടു WC പ്ലസ് WF ഡിവൈഡഡ് ബൈ A. 1.1 WC ഡിവൈഡഡ് ബൈ A, Q0 that is equal to 1.1 into 1400 divided by Q0 is equal to 150. That is equal to area is equal to 10.27 m square എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഏരിയ കിട്ടി. നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. പ്രൊവൈഡ് സ്ക്വയർ ഫൂട്ടിംഗ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കുക, റൂട്ട് കണ്ടുപിടിക്കുക. x equal to y is equal to root of 10.27, that is equal to 3.2 meter. അപ്പോൾ നമ്മൾ സ്ലൈറ്റ്ലി ഹയർ ആയിട്ടുള്ള സൈഡ് എടുക്കുക. ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് ഈക്വൽ ടു 3.4 by 3.4 മീറ്റർ, ഇറ്റ് ഈസ് ഈക്വൽ ടു 11.56 m സ്ക്വയർ. അപ്പോൾ എന്താണ്, ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 11.56 മീറ്റർ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 2 എന്താണ്, സോയിൽ പ്രഷർ കണ്ടുപിടിക്കുക. സോയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടർ ലോഡ്. ഓക്കെ, അത് PU is equal to ഫാക്ടർ ലോഡാണ്, സർവീസ് ലോഡ് ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ 1.5 ഇൻറ്റു 1400 ഡിവൈഡഡ് ബൈ area 11.56, that is equal to 181.66 kilonewton per m square എന്ന് കിട്ടും. that is equal to 0.181 Newton per mm square. ഓക്കെ, അങ്ങനെ എന്ത് കിട്ടി, PU. ഇനി അടുത്തത് നമ്മൾ എന്താണ്, ഡെപ്ത് കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കണ്ടീഷൻ വൺ വേ ഷിയർ. ഇപ്പോൾ നമ്മുടെ ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. 3400
3400 സ്ക്വയർ കോളം 400/400. ഡി ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ക്രിട്ടിക്കൽ സെക്ഷൻ is at d distance from the face of the column. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ PU ഇൻറ്റു ഏരിയ, അതായത് 3000 എക്സ് ഇൻറ്റു x minus a by 2 minus t. ഇക്വേഷൻ ഇതാണ്. PU is equal to എത്രയാണ്, 0.181 ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ എടുക്കുക. എല്ലാം ന്യൂട്ടണിലും mm സ്ക്വയറിലും എടുക്കുക, എല്ലാ വാല്യൂസും. 3400 by minus 400 divided by 2 minus d is equal to 923100 minus 615.4 d. ഇനി എന്താണ്, ഷിയർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതെന്താണ്, BU1 ഷിയർ റെസിസ്റ്റൻസ് BC1 is equal to tau CXD. tau C എന്താണ്, നമുക്ക് 0.36 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഫ്രം ടേബിൾ നമ്പർ 19 FCK 20 and PT is equal to 0.25% ആയിട്ട് എടുക്കുക. ഓക്കെ, tau C എത്രയാണ്, 0.36 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.36 ഇൻറ്റു എക്സ് 3400 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് BU1 ഷുഡ് ബി ലെസ് ദാൻ BC1. ഇക്വേറ്റ് ചെയ്യുക രണ്ട് വാല്യൂസും. minus 615.4 d, that is equal to 1224 d. നമുക്ക് കിട്ടുക d is equal to 501.8 mm എന്ന് കിട്ടും ഡെപ്ത്. ഓക്കെ, ഇതെന്താണ്, ഇത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. എഫക്റ്റീവ് ഡെപ്ത് d is equal to 501.8 എന്ന് കിട്ടി. ഇനി നമ്മൾ ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ യൂസ് 16 mm dia bars with clear cover 75 mm. അപ്പോൾ ഓവറോൾ ഡെപ്ത് d is equal to 501.8 plus 75 plus 16/2, which is equal to 584.8 mm. പിന്നെ അപ്രോക്സിമേറ്റ്ലി എത്ര ഡെപ്ത്, 600 mm ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഇനി നമുക്ക് ഇഫക്റ്റീവ്, അതായത് ഈ കിട്ടിയ ഇഫക്റ്റീവ് ഡെപ്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ എന്താണ്, രണ്ട് മെഷായിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക, അക്രോസ് എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഡെപ്ത് വരും. അത് ഇഫക്റ്റീവ് ഡെപ്ത് വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു എന്താ പറയുക, ഫുട്ടിംഗ് ആണെങ്കിൽ ഈ ഒരു ഇതൊരു മെഷാണ്, ഇത് എന്താണ്, ദി അതർ മെഷാണ്. മെഷല്ല, ഇത് എക്സ് ആക്സിസിലുള്ള സ്റ്റീലാണെങ്കിൽ ഇത് വൈ ആക്സിസിലുള്ള സ്റ്റീലാണ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു സ്റ്റീലും വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു സ്റ്റീലും ഡെപ്ത് കണ്ടുപിടിക്കുക, ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഡി ബോട്ടം ഈസ് ഈക്വൽ ടു 600, അതായത് ഡി മൈനസ് ക്ലിയർ കവർ മൈനസ് 16/2. ഡി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 600 മൈനസ് 75 minus 16/2, that is equal to 517 mm, and d top is equal to 600 minus 75 minus your 16 plus 16 minus 16 minus 16/2. ഓക്കെ, അത് 501 mm എന്നും കിട്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഡെപ്ത് ആയിട്ട്, ഇഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ ആവറേജ് വിൽ ബി D is equal to, D effective is equal to 509 mm എന്ന് എടുക്കുക. D ആയിട്ട് എടുത്താൽ മതി, D effective ഒന്നും നോട്ട് ചെയ്യണ്ട.
അപ്പം അങ്ങനെ എന്താണ് ഡെപ്ത് കിട്ടി 1 വേ ഷിയർ. ഇനി നമ്മൾ എന്താണ് ആ ഡെപ്ത് 2 വേ ഷിയറിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ചെക്ക് ഫോർ 2 വേ ഷിയർ. ഓക്കെ, 2 വേ ഷിയർ എന്ന് പറയുമ്പോൾ footing കോളം D/2 എന്ത് വരിക, ക്രിട്ടിക്കൽ സെക്ഷൻ വരിക. ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് D/2 ഡിസ്റ്റൻസ് ഫ്രം ദ ഫേസ് ഓഫ് ദി കോളം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് PU ഇൻറ്റു ഈ ഏരിയ എടുക്കുക. ഷിയർ ഫോഴ്സ് BU2 is equal to PU into x square minus a plus b whole square. Okay, 0.181 into x square 3400 square minus 400 plus D/2 എന്ന് പറയുമ്പോൾ D എത്രയാണ്, 509. D/2 അല്ല, D അതും സ്ക്വയർ ആണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1942.803 കിലോന്യൂട്ടൺ. ഓക്കെ, അങ്ങനെ ഷിയർ ഫോഴ്സ് കിട്ടി. ഇനി റെസിസ്റ്റൻസ് VC2 കണ്ടുപിടിക്കുക. അതിനുള്ള ഇക്വേഷൻ KS tau C into area B0D IS 456 ക്ലോസ് നമ്പർ 31.6.3.1 ഇക്വേഷൻ ആണ്. അതിൽ KS എന്താണ് 1 ആയിട്ട് എടുക്കും. tau C is equal to 0.25 root FC ആണ്. is equal to 1.118. പിന്നെന്ന് പറഞ്ഞാൽ ഏരിയ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ എത്രയായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പ്രോബ്ലം എടുക്കുകയാണ്. VC2 is equal to 1 into 1.118 into 4 into 400 plus 509.1, അതായത് 400 plus D/2 plus D/2 into 4. ഓക്കെ, അങ്ങനെ അത് ഇൻറ്റു D 509.1. we'll get it as 2069.109 kilonewton. ഓക്കെ, VC2 കിട്ടി. അപ്പോൾ നമ്മൾ ചെക്ക് എങ്ങനെയാണ്, നമുക്ക് കിട്ടിയ ഷിയർ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ദി ഷിയർ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ്, BU2 is less than VC2. ഓക്കെ, അപ്പോൾ ഡെപ്ത് സഫിഷ്യൻ്റ് ആണെന്നർത്ഥം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെപ്ത്, അതായത് ഏത് ഡെപ്തിലാണ് നമുക്ക് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെപ്തിൽ നമുക്ക് എന്തുള്ളൂ, ഗുഡ് സോയിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കല്ല, ചെക്ക് ഫോർ gross bearing pressure. Okay, gross bearing pressure. So ഇവിടെ 1.25 മീറ്ററിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ GBP is equal to ഇക്വേഷൻ കഴിഞ്ഞ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, WU divided by area of the footing plus gamma F unit weight of footing, material in the footing and depth of footing plus gamma S unit weight of soil, depth of soil. അപ്പോൾ gamma F is equal to എത്രയാണ്, 24 kilonewton per m cube.
ആൻഡ് ഡി എഫ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 600 ആണ്. ഡി എഫ് ഈക്വൽ ടു 600 mm. ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 മൈനസ് 600 0.65 ആൻഡ് ഗാമ എസ് ഇസ് ഈക്വൽ ടു 18 kN/m3. അങ്ങനെ ജി ബി പിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1400 ഡിവൈഡഡ് ബൈ ഏരിയ 11.56 പ്ലസ് 24 ഇൻറ്റു നമ്മൾ ഈ വാല്യൂ നമ്മൾ എത്ര കിലോ ന്യൂട്ടണിൽ എടുക്കുക? ഇതൊക്കെ കിലോ ന്യൂട്ടൺ m², എം മീറ്ററിലും കിലോ ന്യൂട്ടണിലും ആയിട്ട് എടുക്കുക. അപ്പോൾ 0.6 പ്ലസ് 18 ഇൻറ്റു 0.65 ഓക്കെ 7.21 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് കിട്ടിയ എസ് ബി സി എത്രയാണ്? 150 ആണ്. 150 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസും എന്തായി? ഓക്കെ ആയി. ഇനിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്ലോപ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനിലോട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ ഒരു പ്രൊവിഷൻ ഫോർ സ്ലോപ്പ് ഇൻ ദ ഫൂട്ടിങ്. ഓക്കെ, ഒരു സ്ലോപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 400, ഇത് 3400. ഓവറോൾ ഡെപ്ത് എത്രയായിരുന്നു? 600 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സ്ലോപ്ഡ് ഫൂട്ടിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡെപ്ത് കുറച്ച് ഇവിടെ ഡെപ്ത് കൂട്ടിയാണ് കൊടുക്കുന്നത്. മിനിമം നമ്മൾ എന്ത് ചെയ്യണം? സ്ലോപ്ഡ് ഡെപ്ത് എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണം? 150 പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. മിനിമം ഡെപ്ത് അറ്റ് എഡ്ജസ് എത്രയാണ്? 150 mm ആണെന്ന് പറയുന്നുണ്ട്. നമ്മളതുകൊണ്ട് ഈ പ്രൊവൈഡ് 300 mm. ഓക്കെ, അപ്പോൾ 300 mm ആയിരുന്നു. നമ്മൾ ടോട്ടൽ ഡെപ്ത് 600 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക ഡെപ്ത്. ഓക്കെ, അതായത് ഡി ഷുഡ് ബി നമ്മളൊരു 750 ആക്കി കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്ത് കൂട്ടുമ്പോൾ നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് ടോപ്പും ബോട്ടവും കണ്ടുപിടിക്കണം, ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി ബോട്ടം ഈസ് ഈക്വൽ ടു 750 മൈനസ് 75 മൈനസ് 16/2 ദറ്റ് ഈസ് ഈക്വൽ ടു 667 mm. D top is equal to 750 minus 75 minus 16 minus 16/2. That is equal to 651 mm. അപ്പോൾ ആവറേജ് എടുക്കുക. D is equal to എത്രയാണ്? 659 mm എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റഡ് ആയിട്ടുള്ള ഡെപ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡെപ്തിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ഇത്രയാണ് ഡെപ്ത് കൊടുക്കുന്നത്. ഇവിടെയുള്ള ഡെപ്ത് 300 ആണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഡി എഡ്ജ് എന്ന് ഡിനോട്ട് ചെയ്യുക. ഇവിടെ നോർമലി ഡി എന്ന് എടുക്കുക. അപ്പോൾ ഡി എഡ്ജ് ഈസ് ഈക്വൽ ടു 300 mm. അപ്പോൾ ഡി എഡ്ജ് ബോട്ടം is equal to 300 minus 75 minus 16/2, that is equal to 217 mm. D edge top is equal to 300 minus 75 minus 16 minus 16/2, that is equal to 201 mm. Okay, അങ്ങനെ എന്ത് കിട്ടി? D edge ബോട്ടം ടോപ്പും കിട്ടി. ആവറേജ് കണ്ടുപിടിക്കുക. So D is equal to D edge is equal to 209 mm. ഓക്കെ, ഞാനിപ്പോൾ രണ്ട് ഭാഗത്തുള്ളതും കിട്ടി, എഡ്ജിലുള്ളതും സെൻറ്ററിലുള്ളതും കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൺ വേ ഷിയർ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം?
വൺ വേ ഷിയറിൽ എത്രയാണ് എന്താണ് ഫോഴ്സ് വരിക, ഷിയർ സ്ട്രെസ് എത്രയാണ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കണം. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് ഷിയർ സ്ട്രെസ് എത്രയാണ് കണ്ടുപിടിക്കണം, അത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വൺ വേ ഷിയർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് പോർഷൻ. ഇതിൻ്റെ ഇങ്ങനെയായിരിക്കും എന്ത് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് മിനിമം നമ്മുടെ ഡെപ്ത്, അതായത് എത്രയായിരുന്നു 5659 കൂടുതലായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കണം എന്നാണ്. 1800 ഇൻറ്റു 659 that is equal to 1186,200 mm². ഇനി ഏരിയ ഓഫ് 1 and 2 സെയിം ആണ്. ഏരിയ ഓഫ് 1 എടുക്കുക. ഏരിയ ഓഫ് 1 എത്രയാണ്? ഇതൊരു ട്രപ്പീസോയിഡ് ആണ്. അപ്പോൾ ഈ ലെങ്ത് എടുക്കുക, ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് എടുക്കുക, ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് എടുക്കുക, ബൈ 2 ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ 659 പ്ലസ് 209 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 800. അപ്പോൾ നമ്മളിവിടെ 1400 പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്ത് എത്രയാണെന്നുള്ളത് കിട്ടും. അത് 800 ആയിരിക്കും. അങ്ങനെ 347,200 mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയായി? ഏരിയ ഓഫ് truncated footing is equal to 2 into 347 plus 1186.200 equal to 188,0600 mm². അങ്ങനെ ഏരിയ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു VC1 is equal to 0.36 into area 188,0600. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ 677.016 kN എന്ന് കിട്ടും. അപ്പോൾ VU1 is less than VC1. അപ്പോൾ എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ഫോർ ഫ്ലെക്ചറൽ റീൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 7, ഡിസൈൻ for flexural reinforcement. Mu is equal to Pu into x minus a whole square by 8 into x. That is equal to 0.181 into 3,400 into 3,400 minus 400, 3,000 square divided by 8, 692.325 kN/meter. ഓക്കെ, അങ്ങനെ MU കിട്ടി. MU കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? AST കണ്ടുപിടിക്കണം. MU is equal to 0.87 Fi AST D into 1 minus AST Fi ഡിവൈഡഡ് ബൈ BD/FCK. ഇതാണ് ഇക്വേഷൻ, കോഡിൽ നിന്നുള്ള ഇക്വേഷനാണ്. നമുക്ക് കിട്ടിയ MUൻ്റെ വാല്യൂ 692.35 ഇൻറ്റു 10⁻6 is equal to 0.87 Fy 415 ഇൻറ്റു AST അറിയില്ല, D is equal to 659 ഇൻറ്റു 1 മൈനസ് AST 415 ഡിവൈഡഡ് ബൈ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷനാണ് 3400, ഡെപ്ത്ത് 659 ഇൻറ്റു 20. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ഇറ്റ് ആസ് എന്താണ്? നമുക്ക് ASTൻ്റെ വാല്യൂ കിട്ടും. AST ഈസ് ഈക്വൽ ടു
4479.50 mm² എന്ന് കിട്ടും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 4479.50 ഡിവൈഡഡ് ബൈ 3400 ഇൻറ്റു 3400 സോറി അല്ല 3400 ഇൻറ്റു ഡെപ്ത് ആണ്, നമ്മൾ ക്രോസ് സെക്ഷൻ ആണ് എടുക്കുന്നത്. 659 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.19% എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മിനിമം എന്താണ്, നമ്മൾ 0.25 പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ AST ഈസ് ഈക്വൽ ടു PT ഈസ് ഈക്വൽ ടു 0.25% എടുക്കുക. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള AST കണ്ടുപിടിക്കുക. 0.25 ഇൻറ്റു 3400 ഇൻറ്റു 659 ഡിവൈഡഡ് ബൈ എത്രയാണ്, ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 5601 mm². അപ്പോൾ AST എന്താണ്, റിവൈസ്ഡ് ആയിട്ടുള്ള AST ഈ വാല്യൂ ആണ് 5601.5 m². ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ദി ബാർസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ബാർസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5601.5 ഡിവൈഡഡ് ബൈ 5/4 ഇൻറ്റു 16². 16 mm ബാർസ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 27.859, approximately 28 numbers, 28 bars. സ്പേസിങ് എടുക്കുകയാണെങ്കിൽ സ്പേസിങ് ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് 3400 ടോട്ടൽ വിഡ്ത്ത് എടുക്കുക മൈനസ് എന്താണ് കവർ എടുക്കുക, കവർ മൈനസ് 1 ഡയാമീറ്റർ എടുക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക, 3400 മൈനസ് 2 ഇൻറ്റു 75 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 27 സ്പേസിങ്സ് ആണ് ഉണ്ടാവുക. 28 മൈനസ് 1, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 119.77 mm നമ്പേഴ്സ് mm എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 115 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് എടുക്കാം. So provide 28 numbers of 16 mm dia bars at 115 mm center to center distance. Okay, അടുത്തത് check for development length ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 47 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി ബാർ ആണ്. 47 ഇൻറ്റു 16 ദറ്റ് ഈസ് ഈക്വൽ ടു 752 mm. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 3400 മൈനസ് 400 ഡിവൈഡഡ് ബൈ 2 മൈനസ് കവർ 75 ദറ്റ് ഈസ് ഈക്വൽ ടു 1425 mm ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്, ഇത്രയും ലെങ്ത് അവൈലബിൾ ആണ്, നമുക്ക് ഇത്ര പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓക്കെ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 8. സ്റ്റെപ്പ് 8 ഈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലോഡ് അറ്റ് ബേസ്. അത് IS 456 പേജ് നമ്പർ 65 ക്ലോസ് 34.4 കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, A1ഉം A2ഉം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ A1 എങ്ങനെ കണ്ടുപിടിച്ചത്, A1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയ ആണ് എന്താ പറയുക വരിക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡെപ്തിൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ വരിക. 2:1 എന്നുള്ള റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സ്ലോപ്പ് വരുന്നത് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ ഒരു രീതിയിൽ നമ്മൾ ഏരിയ എടുക്കാം. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊജക്റ്റഡ് ഏരിയൻ്റെ ഡയമെൻഷൻ L' ഇവിടെ ഉണ്ടാവുക എത്രയാണ്, 400 പ്ലസ്
2 ഇൻറ്റു 750, 750 ആണ് നമ്മുടെ ഡെപ്ത്ത്. ഇപ്പോൾ 2 ഇൻറ്റു 750 അതാണ് ഒരു ഭാഗത്ത് വരിക. അവിടെ 400 പ്ലസ് 2 ഇൻറ്റു 750 ഇൻറ്റു 2 ഇൻറ്റു 750 ഇവിടെ ഉണ്ടാവും. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു 750. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 700 ആക്കി എടുക്കുക. ഓക്കെ, അതായത് എന്താണ് 659നെക്കാട്ടിലും കൂടുതലായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 700 എടുക്കുക. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 300 ആണ്. ഇവിടെ 750 ആണ്. ഓക്കെ, ഇവിടെ 400 ആണ്. ടോട്ടൽ 3400. അപ്പോൾ ഇത്രയും പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു ട്രങ്കേറ്റഡ് കോൺ എന്ന് പറയും. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഫൂട്ടിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് വൺ വേ ഷിയർ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു ഏരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ V1 ഈസ് ഈക്വൽ ടു സെയിം 0.81. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട എന്താണ്? ഷിയർ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? PU ഇൻറ്റു സെയിം വാല്യൂ, അതായത് 3400 മൈനസ് 400. നമുക്കിവിടെ D ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം എന്താണ് വാല്യൂ ചേഞ്ച് ചെയ്യാണ്. 517.551 kN എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുക എന്തിനെയാണ്? ഷിയർ സ്ട്രെസ്സിനെയാണ്, റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ VC1 ഈസ് ഈക്വൽ ടു ടോ സി ഇൻറ്റു ഈ ഏരിയ ഓഫ് ട്രങ്കേറ്റഡ് ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഏരിയ ഓഫ് 3 എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 700 ഇൻറ്റു ഡെപ്ത്ത്, അതായത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ് 659. 750 ഈസ് ഈക്വൽ ടു 3400 mm. ഓക്കെ, അതിന് A1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയറാണ്. L സ്ക്വയർ 11560000. പിന്നെ A2 എന്ന് പറഞ്ഞാൽ 400/400 ആണ്. ദാറ്റ് ഈസ് 160000. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ റൂട്ട് ഓഫ് A1/A2 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 1156 divided by 1000 is equal to 8.5 എന്ന് കിട്ടും. നമ്മൾ ലിമിറ്റഡ് ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? റൂട്ട് ഓഫ് A1/A2 ആകുമ്പോൾ നമ്മൾ എന്താണ്? പെർമിസിബിൾ വാല്യൂ ഓഫ് ബിയറിംഗ് സ്ട്രെസ് is equal to 0.45 FCK root of A1/A2 0.45 into 20 into 2, that is equal to 18 Newton/mm square. Next, actual bearing stress 1.5 into WU ഫാക്ടറൈസ് ചെയ്യാണ്. 1.5 ഫാക്ടേർഡ് ആക്കുക. ലോഡിനെ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് കോളാണ്. അപ്പോൾ 1.5 ഇൻറ്റു 1400 ഡിവൈഡഡ് ഇൻറ്റു 10³ ഡിവൈഡഡ് ബൈ 400/400, ദറ്റ് ഈസ് ഈക്വൽ ടു 13.125 Newton/mm square. ഓക്കെ, അതിനാകുമ്പോൾ എന്താണ്? പെർമിസിബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണ് നമുക്ക് ആക്ച്വൽ ഉള്ള വാല്യൂ. അപ്പോൾ സേഫ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡീറ്റെയിലിംഗ് വരിക. എന്താണ്? ഇത് സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണ്. ബോട്ടം എന്താണ്? മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ആണ് നമുക്ക് എന്താണ്? ഡയമെൻഷൻ ഉള്ളത് ഏരിയ. അപ്പോൾ 3400
എന്താണ് 28 നമ്പേഴ്സ് ഓഫ് 16 mm ഡയാബാസ് അറ്റ് 115 mm സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. 750 ആണ് ഓവറോൾ ഡെപ്ത് കിട്ടിയത്. ഇഫക്റ്റീവ് ഡെപ്ത് 659 ആണ്. എഡ്ജിലാണെങ്കിൽ 300ഉം 209ഉം ആണ് കിട്ടുക. പിന്നെ ഡെവലപ്മെൻറ്റ് ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ലെങ്ത്ത് 700 mm എന്നൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. താങ്ക് യു.